ഈ നിൽക്കുന്ന വാടക വീടാ ഞങ്ങളുടെ വീട്. അപ്പൊ ഇതാണേ ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്. പാറുവിന്റെ ചോറൂണ് നടത്താം സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ. സുസ്മിതേ, കണ്ണു തുറക്കാൻ. അയ്യോ, നിന്റെ മോളെ പൊന്നു പോലെയാ ഞങ്ങള് നോക്കുന്നത്. നിനക്ക് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാം. എത്രയോ പേര് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നു, ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും ഒക്കെ ആയിട്ട്. അതിന്ന് ഒരിലയുടെ അവകാശം മാത്രമേ ഉള്ളൂ ഇവിടെ നിനക്ക്. എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കൊന്നോളി നിന്നെ ഞാൻ. പ്രീതി, കൊടുക്കണം, കൊച്ചിന് കൊടുക്കണം. വിട്ടുകളയരുതവന്. ഇല്ല സത്യാമ്മേ, ഒരിക്കലുമില്ല. മാറ്റാനോടാ പറഞ്ഞു. ശാലിനിയമ്മേ, മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് തടഞ്ഞതും ഇവരെ ഇത്രയും നേരം ഈ മുറിയിൽ പിടിച്ചു നിർത്തിയതും. പിടിപെടാനാ പറഞ്ഞേ. മാറ്റടാ. ശാലിനിയെ ഇവ ഉപദ്രവിച്ചമ്മേ. ഈ അലമാരയിലേക്ക് എടുത്തെറിഞ്ഞു. ഇവിടുന്ന് നേരോണം പോവില്ല. മാറ. ശാലിനിയുടെ തല ആ അലമാരയിൽ ഇടിച്ചമ്മേ. എന്നിട്ടും ഇവന്റെ കാലി കെട്ടിപ്പിടിച്ച് കിടന്ന് മോളെ കൊണ്ടുവരുതെന്ന് പറഞ്ഞ് കരഞ്ഞു ശാലിനി. ശാലിനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല. പിടിപെടാനാ പറഞ്ഞേ. എന്തായാലും ഇവൻ കൊണ്ടുപോയില്ലല്ലോ നമ്മുടെ മോളെ. ഇവൻ ആരാണെന്നും ഇവനെ അയച്ചതാരാണെന്നും ഇവനെ കൊണ്ട് തന്നെ പറയിക്കണം ഇവിടെ വെച്ച. വിളിക്ക് വിഷ്ണുവിനെ. വിഷ്ണുവിനെ വിളിക്കേ. വിഷ്ണുവിനെ വിളിക്കേണ്ട ആവശ്യമില്ല സത്യാമ്മേ. ഇയാളോ? ഡോക്ടർ അബ്ദുൽ ഖാദർ? അതെ, അബ്ദുൽ ഖാദർ തന്നെ. ഡോക്ടർ, ഇവിടെ ഈ സമയത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ? കാരണമുണ്ട് സത്യാമ്മേ. ഇവനെ അയച്ചത് ഞാനാ. മോളെ തട്ടിക്കൊണ്ടുപോകാൻ ഡോക്ടർ ആളെ അയച്ചെന്നോ? എന്താ ഡോക്ടർ ഇതൊക്കെ? പറയാം. അവന്റെ മുഖംമൂടി ഒന്ന് മാറ്റാം. വിഷ്ണു, എന്ത് കൊന്തോ ഇതൊക്കെ? വിഷ്ണുട്ടാ. വിഷ്ണു, നീയോ? എന്താടേ കാണിക്കുന്നതൊക്കെ? മറുപടി ഞാൻ പറയാം സത്യാമ്മേ. ഈ കിഡ്നാപ്പിംഗ് ഞാനും വിഷ്ണുവും ചേർന്ന് നടത്തിയൊരു നാടകമായിരുന്നു. ശാലിനി പോലും അറിയാതെ. വിഷ്ണു നന്നായി അഭിനയിച്ചതുകൊണ്ടാ ശാലിനിക്ക് കുറച്ച് ഉപദ്രവം ഏൽക്കേണ്ടി വന്നത്. സോറി ശാലിനി. സോറി. എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് കരുതി നമുക്കത് വിട്ടുകളയാം. നല്ലതിന് വേണ്ടിയോ? എന്ത് നല്ലതിനു വേണ്ടി? സത്യാമ്മ ഓർക്കുന്നുണ്ടോ? സത്യാമ്മ എന്തിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നുള്ളത്?
കോമയിലായി ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയെ എഴുന്നേൽപ്പിക്കാനും സംസാരിപ്പിക്കാനും. ഹിയർ ലൈസ് ദ റിസൾട്ട്. കോമയിൽ ഒരു കൊതുകടി പോലും പ്രതിരോധിക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രീതിയല്ല, കരയാനും ചിരിക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന പ്രീതി. അയ്യോ, സത്യാണല്ലോ. മോളെ മോളെ അമ്മേ, പ്രീതി, എന്റെ പൊന്നു മോളെ. അമ്മേ, എത്ര കാലായി മോളെ അമ്മയെന്നുള്ള നിന്റെ ഈ വിളി കേട്ടിട്ട്? ഈ ഒരു വിളി ഇനി കേൾക്കാൻ കഴിയുമെന്നും ഞാൻ. സത്യമേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി എനിക്കൊരു 5 മിനിറ്റ് കൂടി വേണം. പ്രീതിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ കൂടി ഒന്ന് പരിശോധിക്കണം. എല്ലാവരും ഒരു അല്പസമയം പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കണം. സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി ഒരു സഹായത്തിന്. പൊന്നി, നീ നിൽക്കേ. മോളെ, ഞാൻ പുറത്തുണ്ട്. ഇവിടെ നിൽക്കും. അർജുനേട്ടാ, മോളെ, ശാലിനി, ഡോക്ടർ, പുറത്തുണ്ടാവേ. രാഘവേട്ട, അന്ന് ഞാനിവിടെ ഒന്ന് പറഞ്ഞതൊന്നും കാര്യമാക്കല്ലേ. അർജുന വേറെ കല്യാണം ആലോചിക്കെന്ന് പറഞ്ഞല്ലേ? വസുമതി, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം മുന്നിലുണ്ടായതുകൊണ്ടാ പ്രീതിക്ക് മുമ്പിൽ ഒരു ഹൃദയാഘാതം അഭിനയിക്കാൻ എനിക്ക് തോന്നിയതും. അങ്ങനെയല്ലേ അവൾക്ക് കൺപോള ഇളക്കാനും കാഴ്ച ധരിച്ചു കിട്ടാനും ഒക്കെ സഹായിച്ചത്. അത് കണ്ടൊരു ഐഡിയ തോന്നിയിട്ടാ ഈ തെമ്മാടിയെ നമ്മളോടൊന്നും പറയാതെ ഇങ്ങനൊരു കാട്ടിക്കൂട്ടിൽ കാണിച്ചത്.
എല്ലാം ഒന്നിനൊന്ന് ഗുണമായില്ലേ രാഘവേട്ടാ? അതെ അതെ അതെ. ഈശ്വര, ഏത് ഗതികെട്ട നേരത്താണോ പത്മാവതിയും പൂട്ടിയിട്ട് ഇങ്ങോട്ട് അവള് പഴയ കാര്യങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നോ? ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കല്ലേ ബസുമതി. പരിശോധന ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ പലതും നടക്കും. ഈശ്വര, ഇതിപ്പോ ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലായല്ലോ. ഓ, നശിച്ചവളുടെ വായിന്ന് എന്തേലും വീണ ഞാൻ കുടുങ്ങുമല്ലോ. തൽക്കാലം ഇവിടുന്ന് എങ്ങനെയും ഊരാ. സുസ്മിതേ, എവിടെ പോന്നു നീ? അത് ഞാൻ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ നോക്കാൻ. ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നോളും. ഞാൻ പറയുന്നത് വരെ ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല നീ. എന്താടി നിനക്ക് പറഞ്ഞതനുസരിച്ചാ? അനങ്ങി പോരുത് അവിടുന്ന്. ഈ പിശാചുക്കള് പിന്നെ ഒരുമിച്ചു. എല്ലാരോടും അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സുസ്മിതേ, വന്നേ വന്നേ. ഇയാളെ കൊണ്ട് സി, നിലവിൽ പ്രീതിക്ക് സംസാരിക്കാം, കഴുത്ത് തിരിച്ചു നോക്കാം, എല്ലാം കാണാം, കേൾക്കാം. എന്നാൽ കഴുത്തിന് താഴേക്ക് ചലനമില്ലാത്ത സ്ഥിതി തുടരുകയാണ്. ആശ്വാസം. അത്രയെങ്കിൽ അത്രയായി എന്ന് കരുതി ആരും നിരാശപ്പെടണ്ട. ചലനമറ്റ അവസ്ഥയിൽ നിന്ന് ഇത്രയൊക്കെ എത്തിയില്ലേ, അതും വൈകാതെ തന്നെ നടക്കും. നടന്നത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്നുള്ളതാ. ഈ നാശം പിടിച്ചങ്ങളൊക്കെ എന്തിനാ എന്നെ നോക്കുന്നത്? എങ്കിൽ അക്കാര്യം ചോദിക്കും ശാലിനി. പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്രയുടെ കാര്യമല്ലേ? ദൈവമേ, തീർന്നു. സകലതും തീർന്നു. അതെ പ്രീതി, പ്രീതി കോമയിലേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് ഒരുപാട് ജീവിതങ്ങളെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം തകർത്ത് കളഞ്ഞ ചില സംഭവ വികാസങ്ങളിലേക്ക് ജസ്റ്റ് റിവൈൻഡ് യുവർ മെമ്മറി. ഞാനെല്ലാം പറയാം ഡോക്ടർ. പാറക്കുട്ടിയുടെ ജാതകദോഷം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്ര. ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു.
പിന്നെ കാറിലുള്ള യാത്ര. ഒടുവിൽ പഞ്ചകൈലാസം. പിന്നെ ശിവക്ഷേത്രത്തിൽ യന്ത്രം സ്ഥാപിച്ചു. പിന്നീട് എന്താ നടന്നത്? പൗർണമി ദിവസം രാത്രി യന്ത്രം ശിവസന്നിധിയിൽ ഉണ്ടാവണമെന്ന് പൂജാരി പറഞ്ഞു. അവിടുന്ന് തിരിച്ചു പോന്നു. ഓ, ഈ മുടിഞ്ഞവൾക്ക് എന്തൊരു ഓർമ്മയാ. എങ്ങോട്ടാ നിങ്ങൾ പോയത്? പിന്നെ റിസോർട്ടിലേക്ക്. അവിടെ അവിടെ അത് അവിടെ ഞങ്ങളെല്ലാം കൂടി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തു. പിന്നെന്താ പ്രീതി സംഭവിച്ചേ? മോളെ ഒന്ന് ഓർത്തു നോക്കും മോളെ. പ്രീതി ഒന്ന് ഓർത്തു നോക്ക്. മോളെ ഒന്ന് ഓർത്തു നോക്കും മോളെ. നിനക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ലേ? മോളെ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രീതി, നീ പരിശ്രമിച്ചാൽ നടക്കും. മോളെ പ്രീതി, മോളെ ഒന്ന് ഓർത്തു നോക്ക്. ഒന്ന് ശ്രമിക്ക് പ്രീതി. മോളെ പ്രീതി, പ്ലീസ് പ്രീതി. പ്രീതി മോളെ കമോൺ പ്രീതി, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രീതി. ഒന്ന് ആലോചിച്ച് നോക്ക്. മോളെ പ്രീതി, ഏയ്,